നമസ്കാരം. രാജസ്ഥാന്റെ വിശാലമായ മരുഭൂമികൾക്ക് പറയാൻ ആയിരക്കണക്കിന് കഥകളുണ്ട്. ധീരതയുടെയും വീര്യത്തിൻ്റെയും ആചാരങ്ങളുടെയും കഥകൾ. എന്നാൽ ജയ്സൽമീറിൽ നിന്ന് 18 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കുൽധാര എന്ന ഗ്രാമം പറയുന്നത് ഒരു കഥയല്ല. മനുഷ്യാവകാശങ്ങളുടെയും ആത്മാഭിമാനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും വലിയൊരു ചരിത്രമാണ്. 200 വർഷത്തിലേറെയായി മണലിൽ പൊതിഞ്ഞു കിടക്കുന്ന ഈ ഗ്രാമം ഇന്ന് വിനോദസഞ്ചാരികൾക്കിടയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രേതഗ്രാമം എന്നറിയപ്പെടുന്നു. അതിൻ്റെ യഥാർത്ഥ ചരിത്രം വെളിച്ചം കാണാത്ത വലിയൊരു ദുരന്ത കഥയാണ്. കുൽധാരയുടെ ചരിത്രം ആരംഭിക്കുന്നത് 13ാം നൂറ്റാണ്ടിലാണ്. രാജസ്ഥാനിലെ പാലിയിൽ നിന്ന് കുടിയേറിയ പാലിവാൾ ബ്രാഹ്മണരാണ് ഈ ഗ്രാമം നിർമ്മിച്ചത്. ഒരു വരണ്ട മരുഭൂമിയെ എങ്ങനെ ഫലഭൂയിഷ്ഠമായ ഒരു കൃഷിഭൂമിയാക്കി മാറ്റാമെന്നതിൻ്റെ മികച്ച ഉദാഹരണമായിരുന്നു പാലിവാൾ ബ്രാഹ്മണരുടെ ജീവിത രീതി. തരിശുഭൂമിയെ അവർ പച്ചപ്പണിയിച്ചു. ജലസംഭരണത്തിന് അവർ ഉപയോഗിച്ച കാദിൻ എന്ന രീതി അക്കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ജലസേചന സാങ്കേതിക വിദ്യകളിലൊന്നായിരുന്നു. മഴവെള്ളത്തെ പാഴാക്കാതെ കൃത്യമായി സംഭരിക്കുകയും അത് കൃഷിക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതി അവർക്ക് വശമുണ്ടായിരുന്നു. കുൽധാര മാത്രമായിരുന്നില്ല, സമീപത്തുള്ള 84 ഗ്രാമങ്ങൾ കൂടി പാലിവാൾ ബ്രാഹ്മണരുടെ നേതൃത്വത്തിൽ തഴച്ചു വളർന്നു. സമ്പന്നമായ വ്യാപാര കേന്ദ്രങ്ങളായിരുന്നു ഇവ. ഇന്ത്യയെ മധ്യേഷ്യയുമായും പേർഷ്യയുമായും ബന്ധിപ്പിച്ചിരുന്ന പഴയ വ്യാപാര പാതകളുടെ ഭാഗമായി ഈ ഗ്രാമങ്ങൾ പ്രവർത്തിച്ചു. കച്ചവടത്തിലും കൃഷിയിലും അവർ വൻ നേട്ടങ്ങൾ കൊയ്തു. സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തുണ്ടായിരുന്ന ഇവർ സമാധാനപ്രിയരും ആചാരബദ്ധരുമായ ഒരു ജനതയായിരുന്നു. ഇക്കാലത്തെ ജയ്സൽമീറിലെ സാമ്പത്തിക നട്ടല് തന്നെ ഈ പാലിവാൾ ബ്രാഹ്മണരായിരുന്നു എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. എന്നാൽ ഈ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും മേൽ കരിനിഴൽ വീഴ്ത്താൻ ഒരു വ്യക്തിയുടെ അത്യാഗ്രഹം മതിയായിരുന്നു. 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ജയ്സൽമീറിലെ ഭരണാധികാരിയായ മഹാറാവൽ ഗസ് സിംഗിൻ്റെ കീഴിൽ പ്രധാനമന്ത്രിയായിരുന്നു സലീം സിംഗ്. ക്രൂരതയ്ക്കും അധികാര ദുർവിനിയോഗത്തിനും പേരുകേട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. രാജഭരണത്തിൻ്റെ മറവിൽ ജനങ്ങളെ പീഡിപ്പിക്കാനും അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കാനും സലീം സിംഗ് ഒരു മടിയും കാണിച്ചിരുന്നില്ല. പാലിവാൾ ബ്രാഹ്മണരുടെ സമ്പത്ത് കണ്ട് സലീം സിംഗിൻ്റെ കണ്ണുകൾ തഴമ്പിച്ചു. ഗ്രാമവാസികളിൽ നിന്ന് അമിതമായ നികുതി പിരിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ശീലമായി മാറി. ഈ നികുതി ഭാരം കാരണം കർഷകർ വലിയ ബുദ്ധിമുട്ടിലുമായി. എന്നാൽ ഇതിനെല്ലാം അപ്പുറം സലീം സിംഗിൻ്റെ മനസ്സിൽ കുടികൊണ്ട കാമവും ക്രൂരതയുമായിരുന്നു കുൽധാരയുടെ അവസാനത്തിന് കാരണമായത്. ഒരിക്കൽ നികുതി പിരിക്കാനായി കുൽധാരയിലെത്തിയ സലീം സിംഗ് ഗ്രാമത്തലവൻ്റെ അതിസുന്ദരിയായ മകളെ കാണാനിടയായി. അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ അയാൾ അവളെ സ്വന്തമാക്കാൻ തീരുമാനിച്ചു. ബ്രാഹ്മണ കുടുംബത്തിലെ പെൺകുട്ടിയെ തനിക്ക് വിവാഹം കഴിച്ചു നൽകണമെന്ന് സലീം സിംഗ് ഗ്രാമത്തലവനോട് ആവശ്യപ്പെട്ടു. തങ്ങളുടെ ആചാരങ്ങൾക്കും അന്തസ്സിനും വിരുദ്ധമായ ഈ ആവശ്യം ഗ്രാമവാസികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. എന്നാൽ സലീം സിംഗ് ഒരു മുന്നറിയിപ്പ് നൽകി. അടുത്ത പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്നതിന് മുൻപ് പെൺകുട്ടിയെ തൻ്റെ അന്തഃപുരത്തിൽ എത്തിക്കണമെന്നും അല്ലാത്തപക്ഷം ഗ്രാമം മുഴുവൻ നശിപ്പിക്കുമെന്നും അയാൾ ഭീഷണിപ്പെടുത്തി. സലീം സിംഗിൻ്റെ ഭീഷണിയെ തുടർന്ന് കുൽധാരയിലെയും സമീപത്തെ 84 ഗ്രാമങ്ങളിലെയും തലവന്മാർ അടിയന്തരമായ യോഗം ചേർന്നു. രാജാവിനേക്കാൾ അധികാരം കൈയാളുന്ന ക്രൂരനായ ഒരു മന്ത്രിയോട് യുദ്ധം ചെയ്ത് വിജയിക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് അവർക്കറിയാമായിരുന്നു. പെൺകുട്ടിയെ വിട്ടുകൊടുത്താൽ അത് തങ്ങളുടെ കുലത്തിന് അപമാനമാകും. ഒടുവിൽ അവർ ഒരു കടുത്ത തീരുമാനമെടുത്തു. തങ്ങളുടെ പൂർവികർ നൂറ്റാണ്ടുകളായി വളർത്തിയെടുത്ത മണ്ണും വീടും ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുക. ആ രാത്രിയിൽ നടന്നത് അത്ഭുതകരമായ ഒരു കാര്യമായിരുന്നു. ആരും അറിയാത്ത, ആരും കേൾക്കാത്ത 84 ഗ്രാമങ്ങളിലെയും ഏകദേശം 5000-ഓളം വരുന്ന ജനങ്ങൾ ഒന്നിച്ച് അപ്രത്യക്ഷരായി. തങ്ങളുടെ വളർത്തുമൃഗങ്ങളെയും അത്യാവശ്യ സാധനങ്ങളെയും മാത്രം കൂടെ കൂട്ടി അവർ ഇരുട്ടിൻ്റെ മറവിൽ ഗ്രാമം വിട്ടിറങ്ങി. പിറ്റേന്ന് രാവിലെ സലീം സിംഗിൻ്റെ ഭടന്മാർ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുപോകാൻ എത്തിയപ്പോൾ കണ്ടത് ആളൊഴിഞ്ഞ ഗ്രാമങ്ങളെയാണ്. വീടുകളുടെ വാതിലുകൾ തുറന്നു കിടക്കുന്നു. അടുപ്പുകളിൽ ഭക്ഷണം പാകം ചെയ്തതിൻ്റെ കനലുകൾ പോലും അണഞ്ഞിരുന്നില്ല. പാത്രങ്ങൾ സ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. അവർ എങ്ങോട്ട് പോയി? ഇന്നും അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. രാജസ്ഥാനിലെ ജോധ്പൂർ ഭാഗത്തേക്ക് അവർ പലായനം ചെയ്തതായും അവിടെ പുതിയൊരു ജീവിതം കെട്ടിപ്പടുത്തതായും ചില ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും അന്ന് രാത്രിയിൽ ഇത്രയും വലിയൊരു ജനക്കൂട്ടം എങ്ങനെ അപ്രത്യക്ഷമായി എന്നത് ഇന്നും നിഗൂഢതയായി തുടരുന്നു. ആ ഗ്രാമവാസികൾ പിന്നീട് തിരിച്ചു വന്നില്ല. അവർ പോയ വഴിയിൽ നിന്ന് അവശേഷിക്കുന്നത് ശൂന്യതയും തകർന്ന വീടുകളും മാത്രമാണ്. ഗ്രാമങ്ങൾ വിട്ടുപോകുമ്പോൾ പാലിവാർ ബ്രാഹ്മണർ ആ മണ്ണിനെ ശപിച്ചു എന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. തങ്ങളെ ആട്ടിപ്പായച്ച ഈ മണ്ണിൽ ഇനി ഒരു മനുഷ്യന് സമാധാനമായി പാർക്കാൻ കഴിയില്ല എന്നതായിരുന്നു ആ ശാപം. അതിനുശേഷം പലരും അവിടെ താമസിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പലരും പാതി വഴിയിൽ ആ ശ്രമം ഉപേക്ഷിച്ചു. പണിതീർത്ത വീടുകൾ തകർന്നു വീഴുന്നതും താമസിക്കുന്നവർക്ക് വിചിത്രമായ അസുഖങ്ങൾ ബാധിക്കുന്നതും പതിവായി. ക്രമേണ കുൽധാര ഒരു പ്രേത ഗ്രാമമായി മാറി. ഇന്നും രാത്രികാലങ്ങളിൽ അവിടെ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാറുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ചില വിനോദസഞ്ചാരികൾ തങ്ങളുടെ തോളിലാരോ സ്പർശിക്കുന്നതായും പുറകിലാരോ നടക്കുന്നതായും അവകാശപ്പെട്ടിട്ടുണ്ട്. ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ പാരനോർമൽ സൊസൈറ്റി പോലുള്ള സംഘടനകൾ കുൽധാരയിൽ നടത്തിയ പഠനങ്ങളിൽ ചില വിചിത്രമായ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പെട്ടെന്ന് പ്രവർത്തനരഹിതമാകുന്നത് അവിടെ സാധാരണമത്രേ. ക്യാമറകളിൽ പതിയാത്ത നിഴലുകളും മണ്ണിൽ കുട്ടികളുടെ കൈപ്പത്തിയുടെ അടയാളങ്ങൾ കാണപ്പെട്ടതായും ചില പഠനങ്ങൾ അവകാശപ്പെടുന്നു. ശാസ്ത്രീയമായി ഇതിനൊരു തെളിവുമില്ല എങ്കിലും കുൽധാരയുടെ അന്തരീക്ഷം സന്ദർശകരിൽ ഒരു ഭയവും ജിജ്ഞാസയും ഉണ്ടാക്കുന്നു എന്നതാണ് സത്യം.
എല്ലാ നിഗൂഢതകൾക്കും അപ്പുറം ശാസ്ത്രലോകത്തിന് പറയാനുള്ളത് മറ്റൊന്നാണ്. പാലിവാൾ ബ്രാഹ്മണരുടെ പാലായനം പെട്ടെന്നുണ്ടായ ഒന്നായിരുന്നില്ല. അക്കാലത്ത് മേഖലയിലുണ്ടായ കടുത്ത ജലക്ഷാമം അവരെ ഇതിനകം തന്നെ ആ ഗ്രാമം വിടാൻ പ്രേരിപ്പിച്ചിരിക്കാം. സലീം സിംഗിന്റെ ക്രൂരത ഒരു കാരണമായിരുന്നുവെങ്കിലും ജീവിക്കാൻ മാർഗമില്ലാതെ വന്നപ്പോൾ അവർ കുടിയൊഴിയാൻ തീരുമാനിച്ചതായിരിക്കാം. വീടുകൾ തകർന്നു വീഴുന്നതിന് പിന്നിൽ പ്രേതബാധയല്ല, നൂറ്റാണ്ടുകളായി കുറ്റപ്പണികൾ നടത്താത്ത നിർമ്മിതികളുടെ ബലഹീനതയാണ് കാരണം. പുരാവസ്തു ഗവേഷകരുടെ അഭിപ്രായത്തിൽ കുൽധാരയിലെ വാസ്തുവസ്തു അക്കാലത്തെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് രീതിയാണ്. സിമെന്റോ മറ്റ് രാസപദാർത്ഥങ്ങളോ ഉപയോഗിക്കാതെ വലിയ കല്ലുകൾ ഒന്നിനോടൊന്ന് ചേർത്ത് വയ്ക്കുന്ന ഇന്റർലോക്കിംഗ് രീതിയാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. മരുഭൂമിയിലെ അസഹനീയമായ ചൂടിനെ പ്രതിരോധിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതായിരുന്നു ഇവിടുത്തെ വീടുകൾ. വീടുകളിൽ കട്ടികൂടിയ ഭിത്തികളും വായുസഞ്ചാരത്തിന് അനുയോജ്യമായ രീതിയിൽ നിർമ്മിച്ച കിളിവാതിലുകളും വേനൽക്കാലത്ത് പോലും അകത്ത് തണുപ്പ് നിലനിർത്താൻ സഹായിച്ചിരുന്നു. ഈ നിർമ്മാണ രീതിയുടെ കരുത്താണ് നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഈ വീടുകളിൽ നിന്നും തലയുയർത്തി നിൽക്കാൻ കാരണം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കുൽധാരയെ ഇപ്പോൾ ഒരു സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രേതഗ്രാമം എന്ന ലേബലിൽ നിന്ന് മാറി ഇതിനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇന്ന് സഞ്ചാരികൾക്ക് പകൽ സമയത്ത് ഈ ഗ്രാമം സന്ദർശിക്കാം. പഴയകാലത്തെ വീടുകളുടെ തറകൾ, തകർന്ന ഭിത്തികൾ, പുരാതന കേന്ദ്രം എന്നിവ അവിടെ കാണാം. ഒരു കാലത്ത് തഴച്ചു വളർന്ന ഒരു സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ വല്ലാത്തൊരു ഏകാന്തതയും ഭയവും അനുഭവപ്പെടാതിരിക്കില്ല. മണലാരണ്യത്തിലെ ഈ നിഗൂഢത തേടി ഇന്നും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ കുൽധാര ഇന്നും ആ ശാപത്തിന്റെ തടവറയിലാണ്. അവിടെ നിശബ്ദത മാത്രം അവശേഷിക്കുന്നു. ഒരു ഗ്രാമത്തിന്റെ മരണം എന്നത് ഒരു ചരിത്രത്തിന്റെ കൂടി മരണമാണ്. അതാണ് കുൽധാര ഇന്നും ഇത്രയധികം നിഗൂഢവും എന്നാൽ ആകർഷകവുമായി നിലനിർത്തുന്നത്. ആ ഗ്രാമത്തിലെ കല്ലുകൾ പോലും കഥകൾ പറയുന്നുണ്ട്. മണ്ണിനും സൂക്ഷിക്കാൻ ഒരുപാട് രഹസ്യങ്ങളുമുണ്ട്. രാജസ്ഥാൻ ടൂറിസത്തിന്റെ ഭാഗമായി ഇന്ന് കുൽധാര സന്ദർശിക്കുന്നവർ വെറും കൗതുകത്തിനായി മാത്രം അവിടെ പോകാതെ അവിടെ ഒരു കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ വേദനയും പോരാട്ടവും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുമാത്രമാകും ആ പാവം പാലിവാൾ ബ്രാഹ്മണർക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ ആദരാഞ്ജലി. വെബ് ഡെസ്ക് തത്വമൈ TV.